ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ുള്ള സഹോദരങ്ങളെ, പള്ളിക്കാട്ടില് പഴക്കം ചെന്ന് ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിന്റെ ചാരത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്. ആ കരയുന്ന സമയം ആ ഖബർ ചോദിക്കുകയാ, ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായല്ലോ, എന്റെ അടുക്കൽ വന്ന് കുറെ സമയമായിട്ട് മിണ്ടാതെ ഇരിക്കുകയാണല്ലോ, എന്തേ എന്നോടൊന്നും ചോദിക്കാനില്ലേ? നിങ്ങളെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ നടന്ന ഒരു മനുഷ്യൻ എന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. നിങ്ങളും ഇതുപോലെ വരണ്ടവനാണല്ലോ, എന്തേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? എന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയോട് ഖബർ ചോദിക്കുമ്പോൾ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഖബറേ, നിന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യന്റെ മയ്യത്ത് നിന്റെ വയറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ നീ അവനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ചോദിക്കുമ്പോൾ ആ ഖബർ പറഞ്ഞു കൊടുക്കുന്നു, മസക്കത്തുൽ അക്ഫാൻ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹമാ. പടച്ചവനെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പടച്ചവനെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി, ശരീരം വരക്കാൻ തുടങ്ങി. ഖബറിന്റെ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഒരു മനുഷ്യന്റെ മയ്യത്തിന്റെ വീടിനകത്തേക്ക് ഇറക്കി വെച്ചാൽ പടച്ചവനെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയോ, അവനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് അവന്റെ കണ്ണുകളുണ്ടല്ലോ, ഖബർ പറയുകയാണ്, അവന്റെ കണ്ണുകളെ ഞാൻ കുത്തിപ്പൊട്ടിക്കുകയാണ്. അവന് തിന്നു കുടിപ്പിച്ച ശരീരം ഞാൻ ഇങ്ങനെ പുഴുക്കൾ തിന്നുകയോ, അവന്റെ കഫം തുണികൾ വലിച്ചു കയറുകയാണ്. പടച്ചവനെ, ഖബർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഖബറിന്റെ ഭാഗത്തിരുന്ന് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവേ, എങ്ങനെ കരയാതിരിക്കും? പ്രിയമുള്ളവരെ, നമ്മളും പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്നവരാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോ, എന്തിന് നമ്മുടെ വാപ്പ മരിച്ചല്ലോ, നമ്മുടെ ഉമ്മ മരിച്ചല്ലോ, പടച്ചവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരി വാപ്പയുടെയും ഉമ്മയുടെയും കബളിന്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് മടങ്ങുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, ഖബറെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? 6 അടി മണ്ണിനെ കുറിച്ച് നിനക്കറിവില്ലാഞ്ഞിട്ടാ പള്ളിക്കാട്ടിൽ പോയി നിന്ന് തമാശ പറയുന്നവരുണ്ടല്ലോ, അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് പരദൂഷണവും ഏഷണിയും പറയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പച്ചയായി നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള, നിന്നെ പോലെ ഭാര്യയും മക്കളുമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് തമാശ പറയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചിരിക്കല്ലേ പൊന്നുമോരെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചിരിക്കല്ലേ പൊന്നുമോരെ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് ചിരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 6 സ്ഥലങ്ങളിൽ ചിരിച്ചാ അവൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നവന്റെ തല പട്ടിയുടെ തല പോലെയാ. പടച്ചവനെ, പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന് പട്ടിയുടെ തലയുമായി കടന്നു വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമേതാ നബിയേ? 6 സ്ഥലങ്ങൾ ഏതാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഖബറിന്റെ ചാരത്ത് നിന്ന് ചിരിക്കല്ലേ, ഖബറിന്റെ മുന്നിൽ നിന്ന് ചിരിക്കല്ലേ. അത് കരയേണ്ട സ്ഥലമാ മോനെ, അത് കരയേണ്ട സ്ഥലമാ മോര്. അതുകൊണ്ടാണ് നമ്മുടെ മുൻകാമികൾ മുഴുവനും കരഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പള്ളിക്കാട്ടിൽ നിന്ന് രാഷ്ട്രീയം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലൗ ലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ
വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ, തിന്നുന്നതിന് വേണ്ടി ഭക്ഷണമെടുത്തു, കുടിക്കുന്നതിന് വേണ്ടി വെള്ളമെടുത്തു, എന്നിട്ട് നിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് വയദ്രിബു അലാ സദ്രി, നെഞ്ചത്തടിച്ച് വിളിച്ചു പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യനും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, മോനെ കളിക്കേണ്ട സ്ഥലമല്ലടാ, ചിരിക്കേണ്ട സ്ഥലമല്ലടാ, തമാശ പറയേണ്ട സ്ഥലമല്ലടാ, തോന്നിവാസം കാണിക്കേണ്ട സ്ഥലമല്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവര് എല്ലാവരും കരഞ്ഞത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് പരലോകം പറഞ്ഞപ്പെടല്ല, നരകം പറഞ്ഞപ്പെടല്ല, മഹ്ശറ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, മീസാൻ പറഞ്ഞപ്പെടല്ല. എന്റെ പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴെന്നറിയുമോ? ഖബറിനെ കുറിച്ച് പറയുമ്പോ തന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുന്ന രീതിയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. മോനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം മോനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കട്. ഖബറ് കണ്ടാ കരയട്, ഖബറ് കണ്ടാ കരയട്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹ് പഴക്കം തന്ന ഖബറിന്റെ ചാരത്ത് കിടന്ന് കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാ. ആ കരച്ചൽ കണ്ടിട്ട് തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് ആ പച്ച മണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ആ കരച്ചൽ കണ്ടിട്ട് ഖബറിന് പോലും സങ്കടം തോന്നുകയാ. ആ സമയത്ത് ഖബറ് ചോദിക്കുകയാ, എന്റെ വീടിനകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ വീടിനകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അദുല്ലുക അലാ അക്ഫാനിൽ അതുബിലാ, ഒരിക്കലും കീറാത്ത ഒരു കഫൻ തുണിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ, ഒരിക്കലും കീറാത്ത ഒരു കഫൻ തുണിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഇന്നലെ മരണം കേട്ടിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് 6 അടി മണ്ണിലേക്ക് കടന്നു പോകേണ്ടവരല്ലേ? പോകില്ലെന്ന് പറഞ്ഞാലും എല്ലാവരും ഒരു ദിവസം നമ്മളെ കൊണ്ട് ഖബറടക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഖബർ ചോദിക്കുകയാണ്, ഖബർ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും എന്റെ വീടിനകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ ഞാൻ കെട്ടിപ്പിടിക്കണോ? സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണോ? സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്ന ഖബറാകണോ? ഖബർ കണ്ണെത്താ ദൂരം വിശാലമാകണോ? കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു തരണോ? ഖബറിനകത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ ലംഘനോമത്തിൽ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങടാ എന്ന് ഖബർ പറയുന്ന ഒരു മനുഷ്യനാകാ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഖബർ പറയുകയാ, ആർക്കെങ്കിലും മണ്ണറ മണിയറയാക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും മണ്ണറ മണിയറയാക്കാൻ ആഗ്രഹമുണ്ടോ? ഖബർ നമ്മളോട് പറഞ്ഞു തരികയാ, എന്റെ വീട്ടിലേക്ക് വരുമ്പോ വെറും കയ്യോടെ വരല്ലേ, എന്റെ വീട്ടിലേക്ക് വരുമ്പോ കയ്യും വീശി വരല്ലേ മുസ്ലിമേ. എന്റെ വീട്ടിലേക്ക് വരുന്ന സമയം ആരെങ്കിലും 5 കാര്യവുമായി കടന്നു വന്നാൽ പള്ളിക്കാട്ടിൽ 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പടച്ചവനെ ശരീരം മുഴുവനും സുഗന്ധങ്ങൾ തേച്ചു നല്ലതുപോലെ കുളിപ്പിച്ച സന്തൂക്കിനകത്ത് വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന
രംഗമുണ്ടല്ലോ, ആ പോകുന്ന രംഗത്തില് 5 കാര്യവുമായിട്ട് ആരെങ്കിലും ഖബറിലേക്ക് കടന്നു പോയാ അവന്റെ മണ്ണറ മണിയറയോ അവന്റെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാവുകയാ. 5 കാര്യവുമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ ഖബർ നരകത്തിന്റെ തീകുണ്ടാരമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 5 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അല്ലാഹുവേ ആറടി മണ്ണിനകത്തേക്ക് മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് അല്ലാഹുവേ പടച്ചവനെ ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ 7 ചുവട്ടടി മുന്നോട്ട് വെച്ച് കഴിയുമ്പോ ആ ഖബറിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന മനുഷ്യനെ യഥാ ഖബർ ഞെരുക്കുകയാണ്. വാരിയെല്ലുകൾ പരസ്പരം കോർക്കുന്ന രീതിയിൽ പടച്ചവരെ ഒന്നാമത് അതിനകത്ത് വല്ലാത്ത പടച്ചവനെ ഇടുക്കമുള്ള ഖബറാ. ഒരു മനുഷ്യന് മയ്യത്ത് വെക്കുന്നവൻ പോലും പടച്ചവനെ പ്രയാസത്തോടെയാണ് മയ്യത്ത് വെക്കുന്നത്. ആ ഖബറിനകത്ത് 2 ഭാഗത്ത് നിന്ന് ഖബറിന്റെ ഭിത്തികൾ ഇങ്ങനെ അടുക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ പപ്പടം പൊടിക്കുന്നത് പോലെ ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം ഇങ്ങനെ അടുത്തടുത്തവന്റെ നട്ടെല്ലുകൾ പടച്ചവനെ അവന്റെ ശരീരത്തിന്റെ എല്ലുകൾ പൊടിഞ്ഞു വീഴുന്ന രീതിയിൽ ഖബർ ഞെരിക്കുന്ന വിഭാഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ ഖബറിനകത്ത് കൊണ്ടുവെക്കുന്ന സമയം പടച്ചവനെ ഖബറുകൾ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിന്റെ ഭവനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ പടച്ചറപ്പിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് നിസ്കരിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ ആ വിളിക്കുത്തരം നൽകാത്തവനുണ്ടല്ലോ, അല്ലാഹുവേ 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, പടച്ചവനെ അവനെയും ഈ മുസ്ലിമീങ്ങളെ ഖബറടക്കുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുപോയി നല്ല ആൾക്കാരുടെ ഇടയിൽ അവനെ കുഴിച്ചിട്ടാൽ അവനെ ഖബർ ഞെരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവനെ ഖബർ ഞെരുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഇന്നത്തെ ദിവസം 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിച്ച എത്ര പേരുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അത് റഹ്മയുടെ മക്കൾ തന്നെ ചിന്തിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വഅദ് നടത്തുന്നത് നല്ലതാ. പൊന്നുമൂര് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ. പക്ഷേ ഇന്ന് രാത്രി വഅദിന് വേണ്ടി പടച്ചവനെ രാവ് മുതൽ വൈകുന്നേരം വരെ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വക്കത്തെ നമസ്കാരമെങ്കിലും നീ കളയാക്കിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്നത് കണ്ടാലും കേറാത്ത ചെറുപ്പക്കാരുണ്ട്. പള്ളിയുടെ മുന്നിൽ കടയിലിരുന്ന് പടച്ചവനെ സംസാരിക്കുന്നവരുണ്ട്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ പരിസരത്ത് വീടിനകത്തിരുന്ന് TV കാണുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ വിവാഹം കഴിഞ്ഞു. പ്രായമാകുന്ന കാലത്ത് തനിക്കൊരു പൊന്നുമോനെ കിട്ടുകയാ. തന്റെ മകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും മകനെ കൊണ്ട് നടക്കുകയാണ്. അവസാനം അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ പ്രസവിച്ചപ്പോഴേ ഭാര്യ മരിച്ചു പോവുകയാ. മറ്റൊരു വിവാഹം കഴിക്കാൻ പ്രായമുണ്ട്. പക്ഷേ തന്റെ പൊന്നുമോനോടുള്ള സ്നേഹം കാരണം മറ്റൊരു വിവാഹം പോലും കഴിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു അവസാനം എന്റെ പ്രിയമുള്ളവരെ രോഗം പിടിച്ച് കിടക്കുകയാണ്. പൊന്നുമോനെ വാപ്പയ്ക്ക് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുകയാ. പടച്ചവനെ, അവസാനമുണ്ടല്ലോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാ. പടച്ചുറപ്പേ, തന്റെ പ്രിയപ്പെട്ട
വാപ്പയെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കുകയാണ്. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോവുകയാ. എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. എല്ലാവരും ചോദിച്ചു, പൊന്നുമോനെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കൾ അങ്ങനാണ്. വാപ്പയെയും ഉമ്മയെയും കൊണ്ട് കബറടക്കിയിട്ട് എല്ലാവരും പോയാലും അവര് പോകാറില്ല. സ്നേഹമുള്ള മക്കൾ അങ്ങനെ പോകാറില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്ത് കൊണ്ടുപോയി കബറിനകത്ത് വെച്ചിട്ട് ആര് പോയാലും നീ പോകല്ല്, ആര് പോയാലും നീ പോകല്ല്. പടച്ചവനെ, ആ കബറിന്റെ ചാരത്ത് ഒരു 5 മിനിറ്റെങ്കിലും നീയൊന്ന് നിൽക്കണേ പൊന്നുമോര്. ഒരു 5 മിനിറ്റെങ്കിലും ആ കബറിന്റെ ചാരത്ത് നീയൊന്ന് നിൽക്കണേ. കാരണം ഇന്നലെ വരെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച നിന്റെ വാപ്പയെ കൊണ്ട് 6 അടി മണ്ണിനകത്തിറക്കി വെച്ചു. എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നീ ഒറ്റയ്ക്ക് കബറിന്റെ ചാരത്ത് നിന്നാ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത സന്തോഷവാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു 40 ആയത്തോതുന്ന സമയം, ഒരു 40 ആയത്തോതുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും നീ കബറിന്റെ ഭാഗത്ത് ഒറ്റയ്ക്ക് നിന്ന് ദുആ ചെയ്യണേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പടച്ചവനെ, അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനുണ്ടല്ലോ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. എല്ലാവരും വിളിച്ചു, വാമോന്, വാപ്പയോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. ആ പൊന്നുമോൻ പറഞ്ഞു, ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഒറ്റയ്ക്ക് ഇതിനകത്തിട്ടിട്ട് വരാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ വാപ്പയുടെ അവസ്ഥയെ കുറിച്ച് അറിയാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച് കബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞ് കരഞ്ഞ് അവസാനം കബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ. ആ സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു അതാ തളർന്നു കിടക്കുന്ന തന്റെ പൊന്നുമോന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാ. വാപ്പ ചോദിക്കുന്നു, മോനെ എല്ലാരും പോയല്ലോ, എന്റെ പൊന്നുമോൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്റെ പൊന്നുമോൻ എന്തേ പോകാത്തത്? എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയല്ലോ, എന്തിനാണ് എന്റെ മകൻ ഇവിടെ കിടക്കുന്നതെന്ന് അബൂ സിനാ തങ്ങൾ ചോദിക്കുമ്പോ ആ പൊന്നുമോന് പറയുന്നു, വാപ്പാ, നിങ്ങളുടെ അവസ്ഥ അറിയാതെ എനിക്ക് പോകാൻ കഴിയില്ല, എനിക്കൊരു സമാധാനമില്ല. ഖബർ ചോദിക്കുകയാ, വാപ്പയോട് എങ്ങനെയാണ് ഖബർ പെരുമാറിയത്? ആ സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ, ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറിനെ കെട്ടിപ്പിടിച്ചു. വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിലാ. മോനെ, എന്റെ മണ്ണറ മണിയറയാമോര്, എന്റെ മണ്ണറ മണിയറയാമോര്, എനിക്ക് സ്വർഗം കാണാ പൊന്നുമോര്. വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ പൊന്നാര മകന് ചോദിച്ചു, വാപ്പാ, വാപ്പയുടെ ഖബർ ഇങ്ങനെയാകാ കാരണമെന്താ? വാപ്പയ്ക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനോട് പറഞ്ഞു കൊടുത്തു, പോരേ, ദിവസങ്ങളോളം നിന്റെ വാപ്പ സുഖമില്ലാതെ കിടന്നല്ലോ, ദിവസങ്ങളോളം നിന്റെ വാപ്പ എഴുന്നേക്കാൻ പറ്റാതെ കിടന്നല്ലോ. ആ കിടന്ന സമയത്ത് പോലും നിന്റെ വാപ്പ ഒരു വഖത്ത് പോലും കളയാക്കിയിട്ടില്ല പൊന്നുമോനെ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുക്കുകയാ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചോ മോനെ, മണ്ണറ നിനക്ക് മണിയറയാക്കാൻ കഴിയുമെന്ന് അബൂ സിനാർ തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടച്ചവനെ, പ്രായമുള്ള വാപ്പമാര് വേച്ച് നടന്ന് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോകുമ്പോ എന്തിനെന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വാഴന് വരുമ്പോഴും ഈ സ്റ്റേജിലിരിക്കുന്ന പാവപ്പെട്ട ഒരു ഉപ്പയുണ്ടല്ലോ, 90 വയസ്സായ എന്റെ അടുക്കൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് നമസ്കാരത്തിന്റെ റക്അത്തുകൾ തിരിച്ചറിയുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. ഈ പ്രായമുള്ളവർ വേച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കണ്ടിട്ട് പോലും അല്ലാഹുവേ, എന്റെ യുവത്വമുണ്ടല്ലോ, നടക്കാൻ
കൊടുക്കാൻ ആഫിയത്തുണ്ട് പടച്ചവനെ. എന്നിട്ടും പള്ളിയിൽ പോയി നമസ്കരിക്കാൻ മനസ്സ് കാണിക്കാത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ പൊന്നുമോര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ, പടച്ചവനെ കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം കളയാക്കിയ ആ കണക്ക് വെച്ച് നോക്കിയാൽ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒന്ന് ചിന്തിക്കൂ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പടച്ച റബ്ബിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ട് നമസ്കരിക്കാൻ മടി കാണിക്കുന്നവരോട്, ആ സമയത്ത് വീടിനകത്തിരുന്ന് സീരിയൽ കാണുന്നവളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരേ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ, ഒരേ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ. മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു, കൈകാല് വിറയ്ക്കുകയാണ്, പ്രവാചകന് തളർന്നു വീഴുകയാണ്. അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് ലോകത്തിന്റെ നേതാവ് പോലും തളർന്നു വീഴുന്നു. പടച്ചവരെ, അങ്ങനത്തെ രൂപത്തിലാണ് മലക്കുൽ മൗത്ത് കടന്നു വന്നത്. അല്ലാഹുവേ, വല്ലാത്ത ദുർഗന്ധം അടിച്ചു വീശുകയാ. വായിലൂടെ കണ്ണിലൂടെ തീപന്തങ്ങൾ ഇങ്ങനെ കത്തുകയാണ്. ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊണ്ട് ചോദിച്ചു, അസ്റായീലേ, ഈ കിടക്കുന്നത് കാഫിറല്ല, ഒരു മുസ്ലിമാണല്ലോ. ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. എന്തൊരു രൂപമാണ് അസ്റായീൽ, എന്തൊരു കോലമാണ് അസ്റായീൽ. കണ്ടിട്ട് എനിക്ക് തന്നെ പേടി തോന്നുന്നു അസ്റായീൽ. എന്തൊരു ദുർഗന്ധമാ അസ്റായീൽ. നിനക്കൊന്ന് നല്ല രൂപത്തിൽ വന്നുകൂടെ? ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയും, നബിയേ, യാ റസൂലല്ലാഹ്, ഇവനോട് ഞാൻ ഒരു കരുണയും കാണിക്കില്ല നബിയേ, ഇവനൊരു പരിഗണനയും നൽകില്ല, ഈ വൃത്തികെട്ടവൻ ഒരു പരിഗണനയും നൽകില്ല, ഞാൻ ഇവനോടൊരു ദയയും കാണിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതിന്റെ കാരണമെന്ത്? ആ സമയത്ത് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, ഇവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഉപദേശിച്ചവനാ. ഇവന്റെ അടുക്കൽ ഈ ദിവസത്തെ കുറിച്ച്, ഈ രംഗത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തതാണ്. ഇവൻ അനുസരിച്ചില്ല നബിയെ, ഇവൻ എന്നെ കളിയാക്കി നബിയെ, ഇവൻ എന്നെ പരിഗണിച്ചില്ല നബിയെ, ഇവൻ എന്നെ നിസാരമായി തള്ളി നബിയെ, അതുകൊണ്ട് ഞാൻ ഇവനോട് കരുണ കാണിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എപ്പോഴാ ഇവനെ ഉപദേശിച്ചത്? എപ്പോഴാ നീ ഇവനെ ഉപദേശിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് എല്ലാവർക്കും അസ്റായീൽ എന്ന മലക്കിന്റെ പേര് കേൾക്കുമ്പോ വല്ലാത്ത പേടിയാ. അസ്റായീലിനെ എല്ലാവർക്കും പേടിയാ. എന്തിനാ ചെറുപ്പക്കാരാ പേടിക്കുന്നത്? എന്തിനാ മോനെ അസ്റായീലിനെ പേടിക്കുന്നത്? നിനക്ക് കാണണോ മോനെ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ കാണണമെന്ന് നിനക്ക് മോഹമുണ്ടോ? എടാ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന് നിനക്ക് ഇന്ന് കാണണോ? നാളെ കാണാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുകയാ, യാ റസൂലല്ലാഹ്, എല്ലാ ദിവസവും ഈ ലോകത്ത് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന സർവ്വ മനുഷ്യരുടെ മുന്നിൽ കുല്ല യൗമിൻ 5 മർറാ, 5 പ്രാവശ്യം ഞാൻ ഇറങ്ങി വരും നബിയേ. ഓരോ ദിവസവും ഈ വഅദ് പറയുന്ന എന്നോട്, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട്, ഇന്നത്തെ ദിവസം 5 നേരം നിന്റെ കണ്ണിന്റെ മുന്നിൽ അസ്റായീൽ ഇറങ്ങി വന്നിട്ടുണ്ട്, എന്നിട്ട് നിന്നെ ഉപദേശിക്കുകയാ. എപ്പോഴാ വന്നതെന്നറിയുവോ? കാണണോ ചെറുപ്പക്കാരാ? കാണണോ പൊന്നുമോര്? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനെ നിനക്ക് കാണണോ? ഇന്ന് വഅദ് കഴിഞ്ഞ് പെടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം കടിച്ച് മാതാപിതാക്കളുടെ കൂടെ ഭാര്യ
ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു. നീ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ, നീ എഴുന്നേക്കണേ ചെറുപ്പക്കാരാ. എന്നിട്ട് ഇവിടത്തെ പള്ളിയിലേക്ക് കടന്നു വരണം. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒതുവിടത്തട്ട പള്ളിയിലേക്ക് കടന്നു വന്ന് പടച്ചവനെ നീ പള്ളിയുടെ കവാടത്തിലേക്ക് കിടക്കുമ്പോ ഈ പള്ളിക്കകത്തേക്ക് നീ വലതുകാല് വെച്ച് കേറുമ്പോ കണ്ണു തുറന്നു നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കാ പള്ളിയുടെ കവാടത്തിലുണ്ട്. ചിരിക്കുന്ന മുഖത്തോട് നിന്നോട് സലാം പറഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫകത്ത് ചെയ്യുകയാ. എന്നിട്ട് പറയുന്ന മോനെ, എന്നെ ഇതുപോലെ നിനക്ക് കാണണോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് എന്നെ ഇതുപോലെ കാണണോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോഴും ഞാൻ ഇതുപോലെ കടന്നു വരണോ? പൊന്നുമോനെ, ഈ നമസ്കാരം നിലനിർത്തട്. ഇന്ന് മലക്കുൽ മൗത്ത് ഓരോ ദിവസവും എന്നോടും നിങ്ങളോടും പറയുകയാ. നമസ്കരിക്കാത്തവനോട് പറയുന്നത്, പടച്ചവനെ മറന്നുകൊണ്ട് റബ്ബിന്റെ വിളിക്കുത്തരം നൽകാതെ അഹങ്കാരം കാണിച്ചു കൊണ്ടിരുന്നോ പൊന്നുമോന്? ഞാൻ വരുമടാ. ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അന്ന് പടച്ചവനെ വായിലൂടെ പദവന്ന് മുഖമെല്ലാം കറുത്തുപോയി, കണ്ണുകൾ ഇങ്ങനെ തെള്ളികെട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് വെള്ളം കിട്ടാതെ മൃഗങ്ങളെ പോലെ കണ്ട് പേടിച്ച് മരിക്കുന്ന ഒരു ഗതി നിനക്ക് വരുമെന്ന് ഇന്ന് 5 പേരവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, ഇവിടെ നിൽക്കല്ലേ നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഇറങ്ങിപ്പോ നബിയേ, ഈ വൃത്തികെട്ടവന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാ. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, അസ്റായിൽ, ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ അസ്റായിൽ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ അസ്റായിലേ, നിനക്ക് സങ്കടമുണ്ടാകുമോ അസ്റായില്? നിന്റെ കണ്ണ് നിറയുമോ അസ്റായില്? നീ നല്ല വസ്ത്രം ധരിക്കുമോ അസ്റായില്? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ. 5 നേരം പടച്ചവന്റെ പള്ളിക്കകത്ത് വെച്ച എന്റെ കൂട്ടുകാരനുണ്ടല്ലോ. 5 നേരം പള്ളിക്കകത്ത് വെച്ച് എല്ലാ ദിവസവും ഞാൻ കണ്ട എന്റെ കൂട്ടുകാരനുണ്ടല്ലോ. അവന്റെ റൂഹ് പിടിക്കാ പോകുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനെ അസ്റായിലും തന്റെ അനുയായികളും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വീടിന്റെ കവാടത്തിൽ വന്നിട്ട് അവിടെന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അവിടെന്ന് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ രോഗം പിടിച്ചിട്ട് പോയി നമസ്കരിച്ചത്, കൂട്ടുകാര് മുഴുവനും കളിക്കാൻ വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ച ചെറുപ്പക്കാരാ, 5 നേരം തന്റെ കുടുംബത്തിലുള്ള തന്റെ കൂടപ്പിറപ്പുകളും മക്കളും ടിവിയുടെ മുന്നിലിരിക്കുമ്പോ ഒറ്റയ്ക്ക് നമസ്കാര റൂമിൽ കയറി നിസ്കരിച്ച പെണ്ണ്, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? മരണസമയം ഇങ്ങനെ കിടക്കുകയോ, എല്ലാവരും അടുത്തു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആ സമയം ശപിക്കപ്പെട്ടവനുണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വാപ്പയുടെ രൂപത്തിൽ, അവന്റെ ഉമ്മയുടെ രൂപത്തിൽ, അവൻ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് പറയുന്നു, മോനെ വാപ്പയാടാ പറയുന്നത്, ഉമ്മയാടാ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലു. അത് പറഞ്ഞാ നീ നഷ്ടവാളിയാടാ, നീ പരാജയപ്പെട്ടു പോകുമടാ. മാതാപിതാക്കളുടെ രൂപത്തിൽ ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാ നോക്കുമ്പോ 5 നേരം നിസ്കരിച്ച ഉപ്പാ നീ പേടിക്കണ്ട. തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോൾ,
തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് ഇങ്ങനെ കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് പറയുകയാ, അസ്റായീൽ പറയുകയാ, 5 നേരം നിസ്കരിച്ചവര് മലക്കുൽ മൗത്ത് നിന്നോട് പറയും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ മക്കള് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ മാതാപിതാക്കള് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടപ്പിറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ എവിടെ കിടന്ന് നീ മരിച്ചാൽ നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നീ പൊട്ടിക്കരയണ്ട. പടച്ചവരെ, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ നിനക്ക് പറഞ്ഞു തരും, മന്നാഖിറ കലാമുഹു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. അസ്റായീൽ പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞ സ്വർഗമാണ്, ഇത് പറഞ്ഞ സ്വർഗമാണ്. ഈ ശൈത്താൻ പറയുന്നതനുസരിക്കല്ലേ, ഞാനാ പറഞ്ഞു തരുന്നത്. ഞാൻ ആരെന്നറിയുമോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരരാ. നിന്നെ എന്നെ കണ്ടതുപോലെ നിന്റെ വാപ്പയെ നീ കണ്ടിട്ടില്ല, നിന്റെ ഉമ്മയെ കണ്ടിട്ടില്ല, നിന്റെ ഭാര്യയെ കണ്ടിട്ടില്ല, നിന്റെ മക്കളെ കണ്ടിട്ടില്ല, നിന്റെ കൂടപ്പിറപ്പിനെ കണ്ടിട്ടില്ല. ഓരോ ദിവസവും 5 നേരം നിന്റെ അടുക്കൽ വന്ന നിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാൻ. പരമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മലക്കുൽ മൗത്ത് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.